ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ സ്കിൻ ടൈപ്പ് ഫൈൻഡ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ട കാര്യം അതായത് സ്റ്റെപ്പ് 1 നമ്മുടെ ഫേസ് ആദ്യം ക്ലെൻസ് ചെയ്യുക. അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഇത് നമ്മൾ ഒരിക്കലും സ്ക്രബോ അല്ലെങ്കിൽ സോപ്പോ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് വാഷ് ചെയ്ത ശേഷം ഫേസ് നന്നായി. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഈ ഫേസ് ഡ്രൈ ആയ ശേഷം നമ്മൾ ഒരു 2 hours കഴിഞ്ഞ് നമ്മൾ മിററിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് നോക്കുക. ഇനി നമ്മൾ മിററിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വലിഞ്ഞു മുറുകുന്ന പോലെയൊന്നും തോന്നുന്നില്ല. എനിക്ക് ഒരു ഡിഫറൻസും തോന്നുന്നില്ല, ഓയിലി ആയിട്ടും തോന്നുന്നില്ല. പക്ഷെ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വലിയ അങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഷൈനിങ്ങും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഓൾമോസ്റ്റ് നോർമൽ ടൈപ്പുള്ള ഒരു സ്കിൻ ടെക്സ്ചറാണ് നമുക്കുള്ളത്. ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് നമ്മുടെ സ്കിന്ന് ഭയങ്കര സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വലിഞ്ഞു മുറുങ്ങുന്ന പോലെയും ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നമ്മുടെ വലിവ് ഇങ്ങനെ ഫീൽ ചെയ്യും. നമുക്ക് ഫ്ലേക്കി ആയിട്ട് അടുത്ത് പോയി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരകൾ പോലെ ചെറിയ ചെറിയ ഫ്ലേക്കി ആയിട്ടുള്ള സ്കിൻ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഡള്ളായിട്ട് ഡാമ്പായിട്ട് ഒരു ജീവൻ ഇല്ലാത്ത പോലെയുള്ള സ്കിന്നാണ് നമുക്ക് അപ്പോൾ തോന്നുന്നെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഡ്രൈ ആണ്. നിങ്ങളുടെ ഫേസ് ഓയിലി ആയിട്ട് ഭയങ്കര എണ്ണ മുഴുക്കായി ഭയങ്കര ഷൈനിങ് ആയിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് ഓയിലി സ്കിൻ ടൈപ്പ് ആണ്. ആൻഡ് ഈ ഒരു ടീ സോണിൽ മാത്രം, ടീ സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോർഹെഡ്, ഈ നോസിന്റെ ഈ ഭാഗം, നമ്മുടെ ഈ ചിൻ, ഈ ഭാഗത്തൊക്കെ നമുക്കിങ്ങനെ ഓയിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഇവിടെ മാത്രം ഓയിലി ആയിട്ടുണ്ട്. നമ്മുടെ ചീക്സിന്റെ ഭാഗമൊക്കെ ചിലപ്പോൾ നോർമൽ ആയിട്ട് തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈ ആയിട്ട് തോന്നും. അങ്ങനെയുള്ള ആൾക്കാർക്ക് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണ്. ഓയിലി സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്ക് ചീക്സിന്റെ അവിടെയും എല്ലാ ഭാഗത്തും ഇവിടെ എല്ലാ ഭാഗത്തും അത്യാവശ്യം ഷൈനി ആയിട്ട് എണ്ണ അങ്ങനെ തെളിഞ്ഞു വരുന്ന ചെറിയൊരു ഫീല് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഡിഫറൻസ് മനസ്സിലായോ? ആൻഡ് ഇനി ലാസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പ്. ഇതൊരു സ്കിൻ ടൈപ്പ് അല്ല, സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ആയിട്ട് കൂട്ടില്ല. സ്കിന്നിന്റെ ഒരു എന്താ പറയാ, ആ ഒരു റിയാക്ഷൻ ആണത്. ഇതിപ്പോ എനിക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്. എൻ്റെ സ്കിന്നിൽ ചിലപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു റിയാക്റ്റീവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ചേരാത്തത് കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും ഭയങ്കര ചൊറിച്ചിൽ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ കുത്തുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാം. അപ്പൊ എനിക്ക് സെൻസിറ്റീവ് ആണ് എന്നർത്ഥം. അതിനർത്ഥം എൻ്റെ സ്കിൻ ടൈപ്പ് തന്നെ സെൻസിറ്റീവ് ആണെന്നല്ല. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കായാലും ഓയിലി സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ, ഈ സ്കിൻ ടൈപ്പുള്ള എല്ലാവർക്കും ചിലപ്പോൾ സെൻസിറ്റീവ് സ്കിന്നും ആവാം. അപ്പൊ സെൻസിറ്റീവ് എന്നുള്ളത് ഒരു സ്കിൻ ടൈപ്പ് അല്ല. നമ്മുടെ ഉള്ള ആ ഒരു സ്കിൻ ടൈപ്പിന്റെ കൂടെ ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലും നമുക്ക് ഉണ്ടാവാം. ചില ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും, പക്ഷെ അങ്ങനെ സെൻസിറ്റീവ് ഒന്നും ആയിരിക്കില്ല. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇട്ട പെട്ടെന്ന് ഇറിറ്റേഷൻ ആവാം, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് നേരെ മറിച്ച് എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും അവർക്ക് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ചോർച്ചിലും പിമ്പിൾസും എല്ലാം വന്നിങ്ങനെ നിറയും. അങ്ങനത്തെ ടൈപ്പ്. അതായത് സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് തന്നെ ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഓയിലി ആയിട്ടുള്ള ഒരാൾക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെ ഇന്നൊരു ഓയിലി ആയിട്ടുള്ള ഒരു പേഴ്സൺക്ക് ചിലപ്പോൾ അത് സ്യൂട്ട് ആവണമെന്നില്ല. അങ്ങനെയൊക്കെയാണ് ഓരോ പ്രോഡക്റ്റും അതിലുണ്ടാക്കിയിരിക്കുന്ന ആ ഇൻഗ്രീഡിയൻസും എല്ലാം ഓരോ സ്കിന്നിനെ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആൻഡ് സെൻസിറ്റീവ് ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക പറഞ്ഞാൽ സിമ്പിളാണ്. എന്തെങ്കിലും പ്രോഡക്റ്റോ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ സ്കിന്നിൽ തട്ടുമ്പോൾ നീറുന്ന പോലെ ബേണിങ് സെൻസേഷൻ, അല്ലെങ്കിൽ ചുവന്ന് തടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിൽ, അല്ലെങ്കിൽ കുത്തുന്ന പോലെ സെൻസേഷൻ, അതൊക്കെ തോന്നാം. ചില ആൾക്കാർക്ക് ഈ ഫ്രേഗ്രൻസ് മണമുള്ള പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണ്. പുതിയതായിട്ട് ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോക്കി ഇൻഗ്രീഡിയൻസ് വായിച്ചിട്ട് മാത്രമേ അങ്ങനെയുള്ള ആൾക്കാർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇതാണ് ഒരു നോർമൽ ആയിട്ട് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഈ ഒരു മെത്തേഡ് ചെയ്ത ശേഷം അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇപ്പൊ നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തു, എന്നിട്ട് 2 മണിക്കൂർ ഒന്നും അപ്ലൈ ചെയ്തില്ല, എന്നിട്ട് മിററിൽ പോയി നിന്നിട്ട് ഇത് നമ്മൾ നോക്കി. ഇനി ചെയ്യേണ്ടത്
ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, എന്നിട്ട് നമ്മുടെ ഫേസിൽ എല്ലാവരെയും ഇങ്ങനെ വെച്ച് അമർത്തി എടുത്ത് നോക്കുക. നമ്മുടെ ഫേസിൽ അമർത്തി എടുത്ത ശേഷം ആ ടിഷ്യൂല് എവിടെയും ഓയിലിന്റെ എണ്ണമെഴുക്ക് പോലെയോ ചെറിയൊരു നനവോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. സപ്പോസ് നമ്മുടെ ഈ ടിഷ്യൂ പേപ്പർ ഈ നെറ്റിയുടെയും മൂക്കിന്റെയും ഈ ഭാഗത്തും ഈ ചിന്നിന്റെയും ഈ ഭാഗത്തും ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഒരു ഓയിലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ പക്ഷെ ഈ ഭാഗത്ത് അമർത്തുമ്പോൾ ഇല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. എല്ലാവിടെയും തുടയ്ക്കുമ്പോൾ ഫുള്ളായിട്ടൊരു ഓയിലി പോലെ വരുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്ന് അർത്ഥം. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. കാരണം ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവരുടെ സ്കിൻ ടൈപ്പ് ഏതാന്ന് തന്നെ അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഒരാളുടെ ഫേസ് കണ്ടതുകൊണ്ട് അത് എന്ത് സ്കിൻ ടൈപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനൊന്നും അങ്ങനെയൊന്നും പറ്റില്ല. സോ ഇങ്ങനെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. കാരണം മാറ്റി മറിച്ച് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ അത് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നതും അതേപോലെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവില്ല. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് കറുത്ത് പോകുന്ന പോലെ ഇരുണ്ട് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും. എനിക്ക് തോന്നിയിട്ടുണ്ട്, ചില പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ അത് ചേരുന്നില്ല എന്നാണ് അർത്ഥം. അതേപോലെ ചില പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരാറുണ്ട്, റാഷസ് ചൊറിച്ചിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്താൽ ഒരുവിധം ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക, ഈ ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് സ്കിൻ ടൈപ്പ് ആണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ആൻഡ് എൻ്റെ സ്കിൻ ടൈപ്പ് നോർമൽ ടു ഒരു ഡ്രൈ സ്കിൻ ടൈപ്പാണ് എൻ്റേത്. പക്ഷേ ഈ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ ഉണ്ടാവണമെന്നില്ല. ഇപ്പം ചൂടുകാലത്ത് ഒരാൾക്ക് ഒരു ടൈപ്പ് ആയിരിക്കും, കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഒരു വിൻ്റർ ഒക്കെ ആകുമ്പോൾ ഈ ഒരു തണുപ്പ്, പ്രത്യേകിച്ച് ഈ ഒരു മാസമൊക്കെ നമ്മുടെ സ്കിന്ന് ഒന്നും കൂടെ ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യും. ഓൾറെഡി ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഒന്നും പറയേണ്ട, ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആയിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ഇത്തിരി ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസറൊക്കെ വേണം ഡ്രൈ സ്കിൻ ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ അപ്പോൾ ഒരുവിധം സ്കിൻ ടൈപ്സിനെ കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് എൻ്റെ ഒരു നോളജ് അനുസരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനപ്പുറം എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻസിൽ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നും നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എന്താണ് എന്നുള്ളതൊക്കെ ഈ ഒരു എൻ്റെ കൂടെ ഷെയർ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് പോണേ. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആയിട്ട് പെട്ടെന്ന് വരുന്നവരെ ബൈ.